ഇവിടെ ചൂടെന്തായി? ചൂടിന് കുറച്ച് ആശ്വാസമായി വേനൽ മഴ വന്നുവല്ലേ? എങ്കിലൊരു സന്തോഷ വാർത്ത പറയാം. വേനൽ മഴ ഇന്നും തുടരും. ഇന്ന് കോട്ടയം, ഇടുക്കി, മലപ്പുറം, വയനാട് ജില്ലകളിലും നാളെ ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പെയ്യട്ടെങ്ങനെ പെയ്യട്ടെ. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിച്ചേക്കുമെന്നാണ് മുന്നറിയിപ്പ്. മഴയ്ക്കൊപ്പം മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. ആഷൻ ഡിയാഗോയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ആഷൻ ഡിയാഗോ, എങ്ങനെ ഉണ്ടൊക്കെ ഒന്ന് മാറി, ഒന്ന് തണുത്തോ? അരുൺ, ഗുഡ് മോർണിംഗ്. സംസ്ഥാനത്ത് ഇപ്പോൾ എന്തായാലും വേനൽ ചൂട് കനക്കുമ്പോൾ ഏറെ ആശ്വാസകരമായി വേനൽ മഴ കൂടി കനക്കുന്നു എന്നുള്ളതാണ്. വരുന്ന 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നൊരു മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്നും നാളെയുമായി വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് മഴ മുന്നറിയിപ്പുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് കോട്ടയം, ഇടുക്കി, മലപ്പുറം, വയനാട് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. നാളെ ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മഴ മാത്രമല്ല, ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കാണ് സാധ്യത എന്നുള്ളതാണ് മുന്നറിയിപ്പ്. മാത്രമല്ല, മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ ജാഗ്രത പുലർത്തണം എന്നൊരു മുന്നറിയിപ്പ് കൂടി നൽകിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് ശേഷമായിരിക്കും മഴയ്ക്കുള്ള സാധ്യത. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വൈകുന്നേരങ്ങളിൽ തലസ്ഥാനത്തും മറ്റു ജില്ലകളിലും വലിയ തരത്തിൽ മഴ രേഖപ്പെടുത്തുന്നുണ്ട്. അത് താപനില കുറയാൻ സഹായിക്കും എന്നൊരു വിലയിരുത്തലാണ് നിലവിലിപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഉള്ളത്. ഇന്നത്തെ യെല്ലോ അലർട്ടിന്റെ പശ്ചാത്തലത്തിൽ 24 മണിക്കൂറിൽ 64.5 മില്ലിലിറ്റർ മുതൽ 115 മുതൽ 5 മില്ലിലിറ്റർ വരെ മഴ ലഭിക്കാനുള്ള സാധ്യതയാണ് കൽപ്പിക്കുന്നത്. എന്തായാലും വരുന്ന 5 ദിവസങ്ങൾ കൂടി സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ, ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് തന്നെ സാധ്യതയുണ്ട്. അത് താപനില കുറയ്ക്കാൻ സഹായിക്കും. ഈ വേനൽ മഴ വരും ദിവസങ്ങളിലും കൂടുതൽ ശക്തി പ്രാപിക്കാനാണ് സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നുണ്ട്. വൈകുന്നേരങ്ങളിലായിരിക്കും മഴ. എന്തായാലും ഒരു കുട എടുക്കുന്നത് നന്നായിരിക്കും. കാരണം രാവിലെ വെയിലാണെങ്കിൽ വൈകുന്നേരത്തിന് ശേഷം മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ഒരു കുട എടുക്കുന്നത് നന്നായിരിക്കും. എന്തായാലും ഏറെ ആശ്വാസകരമായൊരു വാർത്തയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുള്ളത്. ഈ ഒരു ചുട്ടുപൊള്ളുന്ന വെയിലിൽ അല്പം ആശ്വാസമായി വേനൽ മഴ കനക്കുകയാണ്. അരുൺ. ഓക്കെ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ വേനൽ മഴ പെയ്യുന്ന സമയത്തെ ഒരു നല്ല മണം വരും അല്ലേ? ഈ പുതുമണ്ണിൻ്റെ മണം എന്നാണ് നമ്മൾ പറയുക. പുതുമണ്ണല്ല, യഥാർത്ഥത്തിൽ മണ്ണ് പഴയതാണ്, പെയ്യുന്ന മഴയാണ് പുതിയത്. ആ പെയ്യുന്ന സമയത്ത് വരുന്ന മണ്ണിൻ്റെ മണം ചില മനുഷ്യർക്കൊക്കെ വലിയ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണെന്നാണ് പറയുന്നത്. ചില ആളുകളൊക്കെ പറയും ഈ പുതുമണ്ണിൻ്റെ മണം വന്നു കഴിഞ്ഞാൽ പാമ്പ് വരുമെന്ന് പറയും. അത് പുതുമണ്ണിൻ്റെ മണം വന്നിട്ടല്ല, നല്ല ചൂട് കാരണം ഭൂമിക്കടിയിൽ നിന്ന് പാമ്പുകളൊക്കെ മാളങ്ങളിൽ നിന്ന് പുറത്തു വരുന്നതാണ്. ഇന്നലെയും അങ്ങനെ ഒരു കുഞ്ഞിനെ പാമ്പ് കടിച്ചു മരിച്ച വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്തു, ഏറെ സങ്കടത്തോടെ. ഋതുചന്ദ്ര എന്നാണ് ആ കുട്ടിയുടെ പേര്. 4.5 വയസ്സ് മാത്രമേ ഉള്ളൂ ആ കുട്ടി വീട്ടുമുറ്റത്ത് കളിപ്പാട്ടങ്ങൾ തിരിയുന്നതിനിടയിലാണ് ഒരു മൂർഖൻ വന്ന് ഈ കുട്ടിയെ കടിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ കുഞ്ഞുങ്ങളെയൊക്കെ പുറത്ത് കളിക്കാൻ വിടുന്ന സമയത്ത് പാമ്പില്ലാത്ത സ്ഥലമാണെന്ന് ഒന്ന് ഉറപ്പിക്കണം. കുറച്ച് സുരക്ഷിതത്വം വേണം, കുറച്ച് ജാഗ്രത വേണം കുറച്ച് നാളത്തേക്ക്.